ഓക്കെ, ഞാനിവിടെ ഒരു പുതിയ തായ്വാൻ സെർവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, തായ്വാൻ സെർവർ. പക്ഷെ അടുത്ത 7 ദിവസം ഞാൻ ഈ സെർവറിൽ ഡെയിലി കളിച്ചിട്ട് ഈ അൾട്രാ noob അക്കൗണ്ടിനെ വെറും 7 ദിവസം കൊണ്ട് പ്രോ ആക്കി എടുക്കാൻ നോക്കാണ്. നിങ്ങൾക്കറിയാമായിരിക്കും ഫ്രീ ഫയർ എന്ന ഗെയിം ലോകത്ത് പല രാജ്യത്തെ പ്ലേയേഴ്സും കളിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഫ്രീ ഫയർ പല രാജ്യങ്ങൾക്കും വെവ്വേറെ സെർവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് ബ്രസീൽ, ബംഗ്ലാദേശ് തുടങ്ങിയവ. അതിലൊന്നാണ് തായ്വാൻ സെർവർ. സോ ചൈനക്കടുത്ത് കിടക്കുന്ന ഈ രാജ്യത്തിന്റെ സെർവർ ബാക്കിയുള്ള സെർവറുകളിൽ നിന്ന് എന്തിനാണ് ഞാൻ പ്രത്യേകിച്ച് ചൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് വയ്യ മനസ്സിലാവും. കാരണം ഈ സെർവർ അത്രത്തോളം മിസ്റ്റീരിയസ് ആണ്. നമുക്ക് നോക്കാം എത്രത്തോളം റയർ ഐറ്റംസ് എനിക്ക് ഫ്രീ ആയി കിട്ടുമെന്ന്. ഞാനിവിടെ അക്കൗണ്ടിന് തായ്വാൻ ബോയ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു AK-47 റിവാർഡായിട്ട് കിട്ടിയാണ്. പക്ഷെ നമുക്ക് ഇനി ഈ കാണുന്ന 7 ദിവസം ഫുൾ റിവാർഡ് ക്ലെയിം ചെയ്യാനുണ്ട്. ഇവിടുത്തെ പ്രൂഫ് ഞാൻ തായ്വാനിലാണെന്ന്. പക്ഷെ തായ്വാൻ സെർവറിലെ സ്റ്റോറി നമ്മുടെ ഇന്ത്യൻ സെർവർ സ്റ്റോറിനേക്കാൾ 10 ഇരട്ടി ബെറ്റർ ആണ്. ഇതൊക്കെ നോക്കിയേ, വെറും ഗോൾഡ് കോയിൻസ് കൊണ്ടാണ് ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നത്. എന്റെ മോനെ, ഈ ഒരു സാധനം എത്രത്തോളം റയർ ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ബ്രേക്ക് ഡാൻസ് ബണ്ടിലിന്റെ ഹെഡാണിത്. അതുപോലെ നമ്മുടെ സെർവറിൽ 200-300 ഡയമണ്ടിന് കൊടുക്കുന്ന ഐറ്റംസ് ഇവിടെ വെറും നിങ്ങൾക്ക് 10,000 ഗോൾഡ് കൊണ്ട് വാങ്ങാം. പക്ഷെ ആ ഒരു സാധനത്തെക്കാൾ റയർ ആയ സാധനം ഇവിടെ ഗോൾഡിന് കൊടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ആകെ ഇല്ലാതായി. അതിവിടെ ഫേസ് മാസ്കിൽ വന്നപ്പോൾ കണ്ടതാണ് ഈ ഒരു സാധനം. നമ്മുടെ ഇന്ത്യ സെർവറിൽ പക്ക റയർ ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഞാനിവിടെ കാണുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ആ കോംബോ തന്നെ നോക്കിയേ. പിന്നെ ഈ സ്കാർഫ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബാക്കി നമുക്ക് കുറച്ച് ഷർട്ട് നോക്കാം. ഓക്കെ, 2018 ബനിയൻ ഉണ്ട് ഇവിടെ. അതുപോലെ പ്ലംബർ ഡ്രസ് ഉണ്ട്. പിന്നെ ഈ ജാക്കറ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതെത്ര 300-500 ഡയമണ്ടിലാണ് ഇന്ത്യൻ സെർവറിൽ. പക്ഷെ ഇവിടെ വെറും 19,909 ഗോൾഡ്. ലെറ്റ്സ് ഗോ ബ്രോ, ചെക്ക് ഉണ്ട് ഗൈസ്. ഈ ഒരു കോംബോ ഞാൻ ഈ 7 ദിവസത്തിൽ എന്തായാലും വാങ്ങും. പിന്നെ കിണ്ണം പാൻസ് ഇവിടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. കളക്ഷനിൽ കുറെ ഗോൾഡിന് ഐറ്റംസ് ഉണ്ട്, ഗൺസ് ഗോൾഡിനുണ്ട്. പക്ഷെ അപ്പൊ എനിക്ക് മനസ്സിലായി പ്രോ ആവണേല് ഗോൾഡ് കോയിനും ലെവൽ ഇൻക്രീസ് ആവുമ്പോൾ കിട്ടുന്ന റിവാർഡ്സും അത്യാവശ്യം റാങ്കും വേണമെന്ന്. അതുകൊണ്ട് ഞാൻ നേരെ മാച്ച് മേക്കിംഗ് കാണിക്കാൻ നോക്കിയപ്പോൾ അറ്റ്ലീസ്റ്റ് 5 ലെവലെങ്കിലും വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ഒരു CS മാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഗൈസ്, ഡേ 1 ക്ലിപ്സിന് മാത്രം ഇത്തിരി ക്വാളിറ്റി കുറവായിരിക്കും, കാരണം ഞാൻ സ്ക്രീൻ റെക്കോർഡിന് പകരം നോർമൽ വീഡിയോ ആണ് എടുത്തത്. സോ ഡേ 1 ക്ലിപ്പിന് മാത്രം കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും. സോ അധികമൊന്നുമില്ല. ഞാൻ ആദ്യം ഒരു മാച്ച് ഫിനിഷ് ആക്കി. പക്ഷെ രണ്ടാമത്തെ മാച്ച് സ്റ്റാർട്ട് ആക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സെർവറിന്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് ഗൈസ്, ഹാക്കേഴ്സ് ആണ് ഈ സെർവർ മുഴുവൻ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എങ്ങനെ റാങ്ക് പുഷ് ചെയ്യാന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ആ കളി ഹാക്കറിനെ കൊണ്ട് തന്നെ നമ്മൾ തോറ്റു. പക്ഷെ ഞാൻ അടുത്ത കളി ഞാൻ സ്റ്റാർട്ട് അടിച്ചപ്പോ അതേ സെയിം ഹാക്കർ എന്റെ ടീമിൽ വന്ന്. കണ്ടില്ലേ, ഇവനാണ് കഴിഞ്ഞ കളി നമ്മൾ അടിച്ചിട്ടത്. പക്ഷെ ഇപ്പോ നമ്മളെ സെയിം ടീമിൽ റാൻഡമായി വന്ന്. ഇതെന്ത്, ഇവനാണെങ്കിൽ തൊടുന്നത് ഫുൾ റെഡ് ആണ്. അങ്ങനെ ആ കളി അവൻ കാരണം ഫുൾ നമ്മളെടുത്ത്. സോ അവന് ഞാൻ വെറുതെ റിക്വസ്റ്റ് അയച്ചപ്പോ അവൻ അപ്പൊ തന്നെ അക്സെപ്റ്റും ചെയ്ത് ഗ്രൂപ്പിൽ കയറ്റി. അപ്പൊ എനിക്ക് മനസ്സിലായി ഗൈസ്, ഇവൻ ആരാണെന്ന്. ഇവനും നമ്മുടെ എതിർ ടീമിൽ വന്ന് ഒരു ഹാക്കർ ആയിരുന്നു. എന്തായാലും രണ്ടുപേരോടൊപ്പം ഞാൻ ടീമപ്പായി കളിച്ച് കുറെ ബൂയ സ്ട്രൈക്ക് ഞാൻ ഉണ്ടാക്കി. ചില കളിയിൽ 2 ഭാഗത്തും ഹാക്കേഴ്സ് വന്നു. എന്നാൽ നമ്മൾ കളിയെടുത്തു. അങ്ങനെ അന്നത്തെ ദിവസം അക്കൗണ്ട് ലെവൽ 8 10,000 ഗോൾഡും ഉണ്ടാക്കി. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും 8 ലെവൽ ആയതുകൊണ്ട് തന്നെ റാങ്ക്ഡ് മോഡ്സ് അൺലോക്ക് ആയിട്ടുണ്ട്. പക്ഷെ ഒരു BR മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഞാൻ നേരെ പോയി വെപ്പൺ ഗ്ലോറിയിൽ ഈ പ്രാവശ്യം തായ്വാനിൽ ഏത് ഗൺ റീജിയനിൽ ഇനിയുള്ള 6 ദിവസത്തേക്ക് പുഷ് ചെയ്യണമെന്ന് നോക്കി. അങ്ങനെ ഞാൻ അവസാനം ആ ഗണ്ണ് ചൂസ് ചെയ്തു. അത് ഗൈസ് G36 ആണ്. ഇതാണെങ്കിൽ ഷോർട്ട് റേഞ്ചിലും ലോങ് റേഞ്ചിലും അടിക്കാം. അങ്ങനെ കുറച്ച് BR മാച്ചസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ചില മാച്ചിലൊക്കെ എനിക്ക് ഇറങ്ങുമ്പോൾ തന്നെ G36 ഗണ്ണൊക്കെ കിട്ടി. അത് വെച്ച് ഇവിടെയുള്ള എല്ലാ എനിമീസും ഞാൻ അടിച്ചു. അതുപോലെ കുറച്ച് ബോട്ട് പിള്ളേരെ അടിച്ച് കില്ലും എടുക്കാൻ തുടങ്ങി. അങ്ങനെ കളിച്ച് കുറച്ച് ബൂയ എടുത്തു. സോ കുറച്ച് ഗോൾഡ് കോയിൻസ് കിട്ടിയോണ്ട് തന്നെ ഞാൻ ബ്രേക്ക് ഡാൻസ് ബണ്ടിലിന്റെ ആ ഹെഡ് എടുത്തു. അതുപോലെ കുറച്ച് ടോക്കൺസ് നമുക്ക് ഈ ഇവന്റിൽ കിട്ടി. സോ അത് സ്പിൻ ചെയ്ത് നോക്കാം. അതിലൊന്നും കിട്ടിയില്ല. സോ ഡേ 2 നമ്മുടെ കളക്ഷൻ ഇങ്ങനെയായി. പിന്നെ ഈ AOGന്റെ സ്കിന്ന് 3 ദിവസത്തിനുള്ളൂ. ഇപ്പൊ 9 ലെവലുണ്ട്. അതുപോലെ സിൽവർ എത്തി. ഇന്ന് നമ്മൾ കുറച്ച് മാച്ചേ കളിച്ചിട്ടുള്ളൂ. ഡേ 3 ഗെയിം കയറിയപ്പോൾ നമ്മൾ എയിം കുറച്ച് G36 വെപ്പൺ ഗ്ലോറി കൂട്ടണം. അതുപോലെ കുറച്ച് കളക്ഷനും കൂട്ടണം. ആൻഡ് റാങ്ക് സിൽവറിന് ഗോൾഡിലോട്ട് എത്തിക്കണം എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഞാൻ BR മാച്ച് കളിച്ചു. അതുപോലെ കുറച്ച് ഗോൾഡ് കോയിൻസ് ഉണ്ടാക്കി. അറിയാലോ ഇവിടെ എന്തൊക്കെ ഗോൾഡിന് കിട്ടുന്നു. അതുപോലെ സർഫ് ബോർഡ്, പിന്നെ ഈ ഹെയർ ആൻഡ് ഈ ചൂലൊന്നും അല്ല, എന്നാലും ഇതിന്റെ പേരെന്താ. സോ ഇതെന്തായാലും ഒരു കിടിലൻ ബാറ്റിന്റെ സ്കിന്നാണ്. പിന്നെ കുറച്ച് വൗച്ചേഴ്സ്, അതുപോലെ ഈ കിടിലൻ സർഫ് ബോർഡ്. മോനെ, എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾ ഈ കാണുന്ന ഇമോട്ടും ക്ലെയിം ആക്കി. പക്ഷെ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് തോന്നിയത് എനിക്ക് ഈ സ്കെയ്ത്തിന്റെ സ്കിന്ന് കിട്ടിയപ്പോഴാണ്. നോക്കിയേ, എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ലെറ്റ്സ് ഗോ ബ്രോ. പിന്നെ മറ്റേ ചൂലുണ്ടല്ലോ, അത് വെച്ച് ഞാൻ ഈ വീടിന്റെ ഉള്ളിൽ കയറി സോഫയിൽ അടിച്ചപ്പോ മോനെ, ഇത് പക്ക വർക്കിംഗ് ആട്ടോ. നോക്കിയേ, പൊടിയൊക്കെ പോണേ. പക്ഷേ
നമുക്ക് ഡേ 3 ഒരു വലിയൊരു പ്രശ്നം നേരിടേണ്ടി വന്നു. അതാണ് ഈ നെറ്റിക്കലായിട്ട് കിട്ടുന്ന പിങ് പ്രോബ്ലം. നല്ല പോലെ നിൽക്കുന്ന പിങ് ആയിരിക്കും പെട്ടെന്ന് 999+ പോകുന്നത്. ഇവരാണെങ്കിൽ ഒരു പെണ്ണിനൊരു ഹെഡ്ഷോട്ട് കൊടുത്തു, പിന്നെയും ഒന്ന് കൊടുത്തു, പക്ഷെ അവൾ ചത്തില്ല. പക്ഷെ അവൾ അടിക്കുന്ന അടി നമുക്ക് കൊള്ളുന്നുണ്ട്. പക്ഷെ അവസാനം ഞാൻ അവൾ അടിച്ചിട്ടു. ഓ ഗൈസ്, അത് ബോട്ടലല്ല, ഞാൻ എപ്പോഴോ ചത്തീനി ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പൊ തന്നെ പ്രോ ആയി എന്നാണ്. കണ്ടില്ലേ? സോ ചില മാച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഗൺ സ്കിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെ ഇന്ന് നമ്മൾ G36 വെപ്പൺ ഗ്ലോറി 750 പോയിന്റ്സിൽ എത്തിച്ചിട്ടുണ്ട്. നാളെ നമുക്ക് റീജനിൽ കയറാനുള്ളതാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞ് ഞാൻ വെറുതെ കളക്ഷനൊക്കെ വന്ന് നോക്കുമ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഗേസ്, നിങ്ങളത് കണ്ടോ? ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ക് നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ടിന്റെ അത് വെക്കാം. അതെന്തായാലും പൊളിയായിരിക്കും. സോ നമുക്ക് ഇവിടെ എന്തായാലും ഇത് സെലക്ട് ചെയ്ത് വെക്കാം. പ്രൊഫൈൽ പിക്ചർ, ഗൂഗിളിന്റെ പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ചാനലിന്റെ ലോഗോ ഇവിടെ വെക്കണം. അതുവരെ എന്തായാലും ഇതുപോലെ കിടക്കട്ടെ. കുറച്ച് വൗച്ചേഴ്സ് കിട്ടിയോണ്ട് തന്നെ നമുക്ക് നേരെ ലക്രോയിൽ സ്പിന്നാക്കാം. ഓക്കെ, ഇവിടെ ന്യൂബി റിംഗിൽ വൗച്ചേഴ്സ് ഉണ്ട്, അതുപോലെ വെപ്പൺ റോയിലും ഉണ്ട്. ആദ്യം ഇത് സ്പിന്നാക്കാം. 25 വൗച്ചർ ഉണ്ട് ഗൈസ്. ആദ്യത്തെ 10 സ്പിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അടുത്തതൊന്നും കിട്ടിയില്ല. ഒന്നൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. നോ വേ, ഒന്നും കിട്ടിയില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഗോൾഡ് റോയിലെങ്കിലും കിട്ടിയാൽ മതി ഇനി. ഓക്കെ ഗൈസ്, നമുക്ക് 23ാമത്തെ സ്പിന്നിൽ സാധനം കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ബണ്ടലാണ്. ഇനി ലാസ്റ്റ് ഈ ന്യൂബി റിംഗും കൂടി സ്പിൻ ചെയ്യാം. ഓ അത് വേണ്ടേന് ഗൈസ്. ഇത് നോക്കിയേ ഗരേൻ എന്താ തന്നേന്ന്. ഒന്നേക്ക് ബാക്കി എല്ലാം ഒരൊറ്റ ടോക്കൺ. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓക്കെ ഗരേന. സോ ഡേ 3 നമ്മൾ ഗോൾഡുമായി അതുപോലെ ലെവൽ 10മായി അത്യാവശ്യം കളക്ഷനും കൂട്ടി. സോ ഇന്നത്തെ എയിം കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ എമൗണ്ട്. ഡേ 4 സ്റ്റാർട്ടാക്കിയപ്പോൾ തന്നെ ഒരു ഫ്രീ പാൻ കിട്ടി. സോ ഇന്ന് ബൂട്ട് ക്യാമ്പ് ഡേ 4 ആണ്. ഇന്നത്തെ എൻ്റെ മെയിൻ ഗോൾ വെപ്പൺ ഗ്ലോറി 1000 പോയിന്റ്സ് ആക്കുന്നതിലാണ്. കാരണം 1000 പോയിന്റ്സ് കംപ്ലീറ്റ് ആക്കിയാൽ തന്നെ എനിക്ക് റീജിയനിൽ കയറാം. അത് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ ഇന്ന് നമ്മൾ തായ്വാൻ റീജിയൻ G36 കയറാൻ പോവാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ മാച്ച് സ്റ്റാർട്ടാക്കി. അങ്ങനെ കുറെ ബോട്ട്സിനെയും കുറച്ച് രൂപമാരെയൊക്കെ G36 വെച്ച് ഹെഡ്ഷോട്ട് അടിച്ചിട്ട് അങ്ങനെ ഒരു മാച്ചിൽ ലാസ്റ്റ് 3 അലൈവായി. അതിൽ ഒരുത്തനെ ഞാൻ അടിച്ചിട്ടു. പിന്നെ അവിടെ നിന്ന് അവനെ മറ്റവനെ കാണുന്നില്ല. അവനാണെങ്കിൽ ഹോമറിന് ഇടുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ഞാൻ അവന്റെ കാറ് കണ്ടത്. സോ ഞാൻ അടിക്കാൻ ശ്രമിച്ചു, കൊണ്ടില്ല. അവൻ ആ മരത്തിന്റെ ബാക്കിൽ കവർ ചെയ്തിരിക്കുകയാണ്. സോണും വരുന്നുണ്ട്. സോ ഞാൻ മെല്ലെ അവന്റെ അടുത്തേക്ക് കവർ ഇട്ട് നീങ്ങി. ഇവിടെ പാറിന്റെ ബാക്കിൽ കവർ എടുത്തു. നമുക്ക് സോണും വരുന്നുണ്ട്. അവനാണ് നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. സോ പിന്നെ ഞാൻ കവർ ഇട്ട് കയറി. അങ്ങനെ അവന്റെ ക്ലോസിലെത്തി. അപ്പൊ ഞാൻ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഗോൾഡ് റാങ്കിൽ യെല്ലോ ക്രിമിനൽ വന്നെന്ന്. സോ അങ്ങനെ കുറച്ച് കവർ ചെയ്ത് കളിച്ച് അവനെ നമ്മൾ മാക്സിമം കൊണ്ട് കുത്തിപ്പിടിച്ച് അവനെ കിൽ ചെയ്ത് ബൂയ എടുത്തു ഗൈസ്. അങ്ങനെ നമ്മൾ ഡേ 4 റീജിയൻ കയറി എന്ന് നോക്കിയെടുത്ത് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് റീജിയനിൽ കയറാൻ അറ്റ്ലീസ്റ്റ് 30 ലെവലെങ്കിലും വേണമെന്ന്. അത് നമുക്കില്ല. സോ ഞാൻ ജസ്റ്റ് സാഡായി. സോ സത്യം പറഞ്ഞ 1000 പോയിന്റ്സ് വേസ്റ്റ്. പക്ഷെ ആ ദിവസം ഞാൻ റയറായ ആ സ്കാർഫ് വാങ്ങി ഹാപ്പി ആവാൻ ശ്രമിച്ചു. ബട്ട് എന്നാലും ഒരു ചെറിയ വിഷമം എനിക്കുണ്ടായി. തായ്വാൻ റീജിയനിൽ കയറാൻ കഴിയാതെ. സോ ഇന്ന് നമ്മളെ അക്കൗണ്ടിന്റെ അവസ്ഥ ഇതാണ്. തായ്വാൻ റീജിയന്റെ കാര്യം സാഡായി. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഡേ 5 ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇന്ന് പ്ലാറ്റിനം റാങ്കിലോട്ട് കയറാനുള്ളതാണ്. ഓക്കെ, ഒട്ടാരയെ കിട്ടി. പക്ഷെ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കുറച്ച് ടൈം എടുത്തെങ്കിലും മാറിയാണ്. നോക്കിയേ, ഏതാലേ നമ്മളെ ചാനലിലെ ലോഗോ ആണിത്. കളക്ഷനൊക്കെ അൺഇക്യൂബ്ഡ് ആയിരുന്നു. സോ അത് ഞാൻ ഇക്യൂബ് അടിച്ചു. എന്നിട്ട് കുറച്ച് ഗെയിംസും കളിച്ചു. അങ്ങനെ അവസാനം നമ്മൾ ഗോൾഡ് പ്ലാറ്റിനം റാങ്ക് ആയി. അതുപോലെ ലെവൽ 13 ആയി. കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ കളിച്ച മാച്ചുകളാണ്. ഫുൾ പ്ലസ് കാരണം ഫുൾ ന്യൂ പ്ലേയേഴ്സ് ആണ്. ഇന്ന് നമുക്ക് ഒരു ഇമോട്ടും കിട്ടി, അതുപോലെ ഒരു ലൂട്ട് ബോക്സും. ഡേ 5 അങ്ങനെ പെട്ടെന്ന് തീർന്ന്. പിന്നെ നമുക്ക് കുറച്ച് വൗച്ചേഴ്സ് കിട്ടിയെങ്കിലും അത് നമ്മൾ ഡേ 7 ഒക്കെപ്പാടെ സ്പിൻ ചെയ്യാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ പ്രൊഫൈല്. ഇപ്പൊ തന്നെ നമ്മൾ അത്യാവശ്യം ഒരു പ്രോ ലുക്കിംഗ് ആക്കിയാണ്. നമ്മളെ ചലഞ്ച് തീരാൻ 2 ദിവസം കൂടി ഉള്ളൂ. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ദിവസം ചലഞ്ചിൽ 6ാമത്തെ ദിവസമാണ്. ഇന്നാണെങ്കിൽ എനിക്ക് ഡയമണ്ട് റാങ്ക് അടിക്കണം, പിന്നെ കുറച്ച് ഗോൾഡും ഉണ്ടാക്കണം. സോ ഞാൻ അപ്പൊ തന്നെ മാച്ച് സ്റ്റാർട്ടാക്കി. അങ്ങനെ കുറെ BR മാച്ച് കളിച്ച് നമ്മൾ പ്ലാറ്റിനം 3 ആയിട്ടുണ്ട്. കുറച്ച് ഗോൾഡും ഉണ്ടാക്കിയാണ്. ബട്ട് ഞാൻ നെയ്റ്റ് മാച്ച് സ്റ്റാർട്ട് ആക്കിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ എത്ര മാച്ച് മേക്കിംഗ് അടിച്ചിട്ടും ആ മാച്ച് മേക്കിംഗ് നല്ല ടൈം എടുത്ത് അവസാനം മാച്ച് സ്റ്റാർട്ട് ആവാതിരിക്കാണ്. പക്ഷെ എന്തായാലും കുറച്ച് പ്രാവശ്യം ട്രൈ ആക്കിയതിനു ശേഷം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നതും മാച്ച് സ്റ്റാർട്ട് ആവാത്തതും. കാരണം ഗൈസ്, ഈ സർവറിൽ ഇപ്പൊ കളിക്കാൻ പ്ലേയേഴ്സ് ഇല്ല. കാരണം ഇത് ബാക്കിയുള്ള സർവറുകളെ അപേക്ഷിച്ച് ചെറുതാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. സോ ഞാൻ കുറച്ച് ലെക്രോയിൽ സ്പിൻ ചെയ്ത് പോയി കിടന്നുറങ്ങി. ഇതാണ് ഡേ 6 അക്കൗണ്ടിന്റെ അവസ്ഥ. 6 ദിവസം കളിച്ചതിനൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നാളത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്.
ഓക്കെ ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ചലഞ്ചിലെ ലാസ്റ്റ് ഡേയിലാണുള്ളത്. പക്ഷെ ഇന്നത്തെ എയിം കുറച്ച് ഹാർഡാണ്. കാരണം ഇന്ന് നമുക്ക് പേഷൻ 3 ഹീറോയ്ക്ക് അടിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റ് നേരെ ഗെയിം ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് നമുക്ക് ഈ കാണുന്ന കോട്ടും പർച്ചേസ് ചെയ്യണം. അതും കൂടി പർച്ചേസ് ചെയ്താൽ നല്ലൊരു ലുക്ക് ആവുമെന്ന് ഞാൻ വിചാരിക്കണേ. സോ ഇവിടെ കണ്ടില്ലേ, ന്യൂബി ബൂട്ട് ക്യാമ്പിൽ ഇപ്പോൾ ഡേ 7 ആണ് കാണിക്കുന്നത്. സോ അതുകൊണ്ടൊരു ഫീമെയിൽ ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടി. ഇതിലാണ് ഇന്ന് കുറെ ഗോൾഡും കിട്ടുന്നുണ്ട്. സോ അത് നമ്മളെ കോട്ട് വാങ്ങാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. ഓ നമ്മളിവിടെ അറിയാതെ ഗൈസ് CS മാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. ഓക്കെ, റാങ്ക്ഡ് ആയതുകൊണ്ട് ഹോണർ സ്കോർ പോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാച്ച് ഫിനിഷ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. ഈ കാണുന്നവൻ, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഗൈസ്, ഇവനൊരു ഹാക്കറാണ്. ഞാൻ സോണിൽ പോയി എലിമിനേറ്റ് ആയിട്ട് ഫുൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ എലിമിനേറ്റ് ആയി. ഓക്കെ, 1 2 3 എത്ര വട്ടം കളി കഴിഞ്ഞ്. പക്ഷേ ഗൈസ്, അത് പറഞ്ഞ് ലോബിയിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഹോണർ സ്കോർ പക്ക മൈനസ് ആയിട്ടുണ്ടെന്ന്. കാരണം ഞാൻ സോണിൽ പോയി എലിമിനേറ്റ് ആയതുകൊണ്ട്. ഗെരീന, ആ ഹാക്കറിന് ഒരു മൈനസ് ഉണ്ടാവില്ല. കണ്ടില്ലേ, എലൈറ്റ് മാസ്റ്റർ ആണോ ഗെരീന. ഹാക്കറിന് പകരം എന്നിട്ട് നമുക്ക് -8 ഹോണർ സ്കോർ നൽകിയിരുന്നു. എന്തായാലും നമ്മൾ BR മാച്ച് സ്റ്റാർട്ട് അടിക്കാൻ നോക്കിയിട്ട് ഇന്നലത്തെ അതേപോലെ തന്നെയാണ്, സ്റ്റാർട്ട് ആവുന്നില്ല. നല്ല ടൈം എടുക്കുന്നുണ്ട്. സോ അത് ഹോണർ സ്കോറിന്റെ പ്രശ്നമാണെന്ന് കരുതി ഹോണർ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ടൈം എടുക്കുന്നു. പക്ഷെ എന്നിട്ടും ഗെയിം സ്റ്റാർട്ട് ആയില്ല. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് ലോൺ വുൾഫ് ഹോണർ സ്കോർ പതിയെ കൂട്ടി വന്നു. പക്ഷെ എന്നിട്ടും നമുക്ക് BR മാച്ച് സ്റ്റാർട്ട് അടിക്കാൻ കഴിയുന്നില്ല. ഫോർ കോണ്ടെക്സ്റ്റ്, ഞാൻ ആക്ച്വലി ടൈമിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ട്രൈ ആക്കി നോക്കിയിരുന്നു. പക്ഷെ അപ്പോഴും ഇതേ പ്രോബ്ലം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്തായാലും സാരമില്ല എന്ന് കരുതി നമുക്ക് CS റാങ്ക്ഡ് കളിക്കാൻ വിചാരിച്ച് മാച്ച് സ്റ്റാർട്ട് ആക്കുമ്പോഴാണ് ഓരോ കളിയിലും ഹാക്കേഴ്സ് വന്നുകൊണ്ടേയിരിക്കണേ. ലൈക്ക് ലിറ്ററലി ബ്രോ, ഈ സർവർ CS ഫുൾ ഹാക്കേഴ്സ് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ബ്രോണസ് റാങ്കിലുള്ള എന്നെ കൊണ്ടുപോയി ഹീറോയിക് മാസ്റ്റർ ലോബിയിലൊക്കെയാണ് കൊണ്ടുവരുന്നത്. ആൻഡ് ചില കളിയിൽ എതിർ ടീമിൽ വന്ന ഹാക്കേഴ്സ് പിന്നെ അടുത്ത മാച്ചപ്പിൽ നമ്മുടെ ടീമിലൊക്കെ വരിക. അങ്ങനെ എനിക്ക് മടുത്ത്. പക്ഷെ എന്തായാലും എനിക്ക് കോട്ട് വാങ്ങാനുള്ള ഗോൾഡ് കിട്ടുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് ആ കോംബോ ട്രൈ ചെയ്ത് നോക്കാം. സോ ഇവിടെ ഞാൻ നേരെ വന്ന് ഇവിടെ ഈ കോട്ട് വാങ്ങാം. പക്ഷെ ഇവിടെ എനിക്ക് കുറച്ച് കൺഫ്യൂഷനായി. ഈ 2018 ബനിയൻ വാങ്ങണോ അതോ നമ്മുടെ കോട്ട് വാങ്ങണമെന്ന്. പക്ഷെ എന്തായാലും അവസാനം ഞാൻ കോട്ട് വാങ്ങി. അങ്ങനെ ലോബി വന്ന് കോംബോ നോക്കിയപ്പോൾ ഞാൻ ആകെ ഇല്ലാണ്ടായി ഗൈസ്. കാരണം ഇത് ഞാൻ ഉദ്ദേശിച്ച അത്ര ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് കുറച്ച് റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു ഞാൻ ഈ റിഗ്രറ്റ് അടിക്കുന്നത് അടുത്ത നിമിഷം തന്നെ ചേഞ്ച് ആവാൻ പോവാണെന്ന്. എന്നിട്ട് 10 ഔട്ട് ഓഫ് 4 ബണ്ടിലിനെ 10 ഔട്ട് ഓഫ് 10 ആക്കാൻ കഴിയുമെന്നും. സോ ഞാനിവിടെ ഇപ്പോഴത്തെ കോംബോ ഡ്രസ്സിനെ ബെറ്റർ ആക്കാൻ കഴിയുമെന്ന് വാലറ്റിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ബ്രോ, നമ്മുടെ കയ്യിൽ 103 FF ടോക്കൺസ് ഉണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്? ഞാൻ നേരെ എക്സ്ചേഞ്ച് അടിക്കാൻ പോയി. ഇവിടെ കിണ്ണം ഐറ്റംസ് ആണല്ലോ ഉള്ളത് ഗൈസ്. നമ്മുടെ ഇന്ത്യൻ സെർവറിനെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ബെറ്റർ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഷർട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോ അപ്പോൾ തന്നെ ഞാൻ അത് എക്സ്ചേഞ്ച് ചെയ്തു. അതുപോലെ ഈ ബ്ലൂ പാന്റ് എന്റെ മോനെ ഗൈസ്. ഇപ്പൊ നമ്മളുടെ കോംബോ 5 ഇരട്ടി ബെറ്റർ ആണ്. പക്ഷെ നമ്മുടെ FF ടോക്കൺസ് അപ്പോഴേക്കും തീർന്നു പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതെ, ലെക്രോയിൽ പോയി സ്പിൻ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മുടെ കയ്യിൽ 30 വോച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. കിരീന പ്ലീസ്, ഈ ഒരു ടോക്കൺ പിന്നെയും തരല്ലേ. ഓക്കെ, അവിടെ നോ, ഇതെന്തത് എപ്പോഴും ഒരു ടോക്കൺ തന്നെ. ഓക്കെ, ഇതെങ്കിലും നല്ലതെങ്കിലും കിട്ടിയാൽ മതിന്. അടിച്ചടിച്ച് നമുക്ക് മാക്സിമം അടിച്ചിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. നല്ലൊരു മാക്സിമം ആണ്. ഓക്കെ, ഇവിടെ ഗോൾഡ് റോയൽ വൗച്ചേഴ്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫ്രീ FF ടോക്കൺസ് കിട്ടും. അത് വെച്ച് എനിക്ക് നല്ലൊരു ഷൂ കൂടി വാങ്ങണം. അതുകൂടി ആയാൽ ഗൈസ് ഞാൻ പ്രോ പ്ലെയർ. ഓക്കെ, ഞാൻ കുറച്ച് സ്പിൻ ചെയ്ത് FF ടോക്കൺസ് ഉണ്ടാക്കിയാണ്. സോ ഞാൻ നേരെ പോയി ഈ ഷൂ അങ്ങ് വാങ്ങി. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതാണ് നമ്മൾ വാലറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതുപോലെ കുറച്ച് ഗൺ സ്കിൻ നമുക്ക് പെർമനന്റ് ആയിട്ട് കിട്ടിയാണ്. ഈ സ്കെയ്ത്തും അടിപൊളിയാണ്. അങ്ങനെ ഗൈസ്, ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് ഒരു കിണ്ണം 7 days ഓൾഡ് AC എന്ന് പറയാം. നോക്കി ആ ബണ്ടിലോട്ട് നോക്കി, ഏതാ ഫ്രീ ആയിട്ടൊന്നും ഒരിക്കലും ഇജാതി കളക്ഷൻ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഉണ്ടാക്കുക എന്നുള്ളത് നല്ല കഷ്ടപ്പാടും നല്ല ലക്കും വേണ്ടി വരും. പക്ഷെ ഇവിടെ വെറും 7 ദിവസം കൊണ്ട് നമ്മൾ ഈ ഡ്രസ്സ് പ്രോ ആക്കിയെടുത്തു. ഒരു പക്ഷെ മാച്ച് മേക്കിങ്ങിന്റെ ആ പ്രോബ്ലം കൂടി ഇല്ലായിരുന്നില്ലേ നമ്മൾ റാങ്കിൽ പ്രോ ആയേനെ. ഇതാണ് നമ്മളുടെ അക്കൗണ്ടിന് 7 ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. 29 BR മാച്ചസ് ആൻഡ് 10 CS മാച്ചസ്. എന്തായാലും 7 ദിവസം കൊണ്ട് കിട്ടിയ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം ഗൈസ്,
കൂടുതൽ ദിവസം നമ്മൾ കുറച്ച് മാച്ചസ് കളിച്ചിട്ടുള്ളൂ, കാരണം എനിക്ക് +2 എക്സാം ആണ്. സോ തായ്വാൻ സെർവറിൽ കയറാൻ ഞാൻ ഉപയോഗിച്ച് VPN-ന്റെ ലിങ്ക് ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.